നിങ്ങളെ ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് നിങ്ങൾക്ക് മറക്കാനാവാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലേക്ക് സ്വിച്ച് ചെയ്ത പോലെ ഓടി വരുന്ന കാര്യം? ഡിസെക്ഷൻ, സെക്ഷൻ, ലാബ്, ലാബ്. പെട്ടെന്ന് കോളേജിൽ എത്തിയോ എന്നൊരു തോന്നൽ. അങ്ങനെ ഒരു തോന്നല്. ഇവിടുത്തെ ഓരോ പരിപാടികൾ, ക്ലാസ് റൂമിന്റെ ഫീല്, ഡിസെക്ഷൻ, സെക്ഷൻ, ഡിസെക്ഷൻ, സെക്ഷൻ. ഇവിടുത്തെ പരിപാടികളൊക്കെ. ഓക്കെ. പരിപാടികൾ. നിങ്ങളേ ഇപ്പോൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആണല്ലോ, അപ്പോൾ ഒരു 5 ഇയേഴ്സിലെ മെഡിക്കൽ ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും വരിക? മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെ പറ്റിയിട്ട്? കറക്റ്റില്ല, എനിക്കും കറക്റ്റ്. പറയുമ്പം ഓരോ ആൾക്കാരുടെ ഇപ്പം നമ്മൾ ഈ ഇലക്ട്രോണിക്കലി അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഡാറ്റേൻ്റെ എമൗണ്ട് കൂടാൻ പോവാം. സോ അതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഓരോ ചാലഞ്ചസ് ഉണ്ടാവാറില്ല. ഈ ബിഗ് ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറയില്ല ആ സംഭവം. എന്നാൽ ഒരു കടുകട്ടി ചോദ്യം ചോദിക്കാം, നിങ്ങളെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? അങ്ങനെ ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡയഗ്നോസ്റ്റിക് പർപ്പസിന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാല്ലാതെ ഒരു കംപ്ലീറ്റ്ലി റീപ്ലേസ്മെൻറ്റ് കഴിയില്ലല്ലോ. കാരണം അതിനൊരു മോറൽ വാല്യൂസ്, മോറൽ ബാക്ക് ബോൺ ഇല്ലാത്ത സാധനമല്ലേ എന്ന് പറയുന്നത്. അതെ. ഇവിടെ വന്നിട്ടേ ഉണ്ടായിട്ടുള്ള മെയിൻ ചാലഞ്ച്, അല്ലെങ്കിൽ ഞാൻ ഇനി ഫേസ് ചെയ്യാൻ പോണ ചാലഞ്ച് ഇതായിരിക്കും എന്ന് തോന്നിയത്? എന്ന് പറയുന്നത് നമ്മളിപ്പം പഠിച്ചു വന്നൊരു പാറ്റേണുള്ള ഒരു ഡിഫറൻസ് ആണ്. നമ്മളിപ്പം ആ ഒരു നീറ്റിൻ്റെ ഒരു പീരീഡിൽ പഠിച്ചു വന്ന രീതിയിലല്ല ഇവിടെ പഠിക്കേണ്ടത്. അപ്പം അപ്രോച്ച് കുറച്ച് മാറ്റി ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ്. സ്പൂൺ ഫീഡിങ് ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പം ആ ഒരു എക്സാം പാറ്റേൺ ഒരു മാറുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ MCQ ഒക്കെ ചെയ്തിട്ട് ഇതിലോട്ട് മാറുമ്പോൾ അങ്ങനെയൊക്കെ വരും. ആക്ച്വലി സെയിം റീസണാ. ചാലഞ്ചസ് എന്തെങ്കിലും? ചലഞ്ചസ് പഠിത്തം തന്നെയാണ് മെയിൻ ചലഞ്ച്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ +1 +2 മൊത്തത്തിലെടുത്താലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ വായിച്ച് കാണും. അത്രയും പോർഷൻ അത്രയ്ക്കും കൂടുതലുണ്ട്. അന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വിചാരിച്ചു ഇത്രയൊക്കെ പഠിക്കണമെന്ന് അല്ലേ? ഇപ്പോൾ ഭയങ്കര കൂടുതലാന്ന് മനസ്സിലായി. നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പേഷ്യൻസുമായിട്ട്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പേഷ്യൻസിനെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഒരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട്. നമ്മുടെ ഒരു കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇൻട്രാക്ടിങ് ആണ് ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു ചാലഞ്ച് ഇപ്പോഴത്തെ കാലത്ത്. ആ ഒരു കോമ്പീറ്റൻസി, അത്രയും ഒരു അറിവുള്ള ഒരു ആളാവാനായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ മോഡൽസ്, നമ്മുടെ ഈ പ്രൊഫസേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയും നന്നായിട്ട് വരാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു ചിന്ത. സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചത് പറയും. എനിക്ക് എങ്ങനെ ഇപ്പോൾ ചിന്തയില്ല, ഇല്ല, അതിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ സർജറി, കാർഡിയോ ഇല്ല, 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 ന്യൂറോ, പീഡിയാട്രിഷ്യൻ, കാർഡിയോ, ന്യൂറോ ഏതെങ്കിലും ഓർമ്മ. ഓക്കെ. ബ്രില്യൻറ്റിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചാൽ, ബ്രില്യൻറ്റിൽ നിന്ന് ഈ ഒരു കാര്യം എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ പഠിക്കുമല്ലേ, ഫുള്ള് മിക്കതും തന്നെ പഠിക്കുക, അതിൻ്റെ ഒരു ഇതുണ്ട്. ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സും പിന്നെ ഹോസ്റ്റലും. ഞാൻ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അല്ല, മിസ്സിങ് എന്ന് പറയുമ്പോൾ ക്ലാസ്സസ് ചിലപ്പോൾ മിസ് ചെയ്യാൻ, ടീച്ചേഴ്സിൻ്റെ ഇൻട്രാക്ഷനൊക്കെ മിസ് ചെയ്തു. ഫാക്കൽറ്റീസും ക്ലാസ്സസും തന്നെയാണ്. ഓക്കെ. ഞാനും ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ സെയിം ക്ലാസ്സിൻ്റെ ഇൻട്രാക്ഷന്. ഓക്കെ. മെയിനായിട്ട് അവിടുത്തെ ഫ്രണ്ട്സും ആ ഹോസ്റ്റലും ഒക്കെ. ബ്രില്യൻറ്റിലുണ്ടാകുന്ന ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഫ്രണ്ട്സുമായിട്ട് ഉണ്ടാവാറില്ല. കാരണം 175 പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ബ്രില്യൻറ്റിൽ കുറച്ചുകൂടെ ചെറിയ ക്ലാസ് റൂമിലും കുറച്ചുകൂടെ ചെറിയൊരു എൻവയൺമെൻറ്റിലാണല്ലോ നമ്മൾ ഇരിക്കുക. അപ്പോൾ ആ ഒരു ഫീലിംഗ് വരുന്നില്ല. ഹോസ്റ്റൽ ലൈഫ് അവിടെ ഞാൻ റെസിഡൻഷ്യൽ ബാച്ചായിരുന്നു. അപ്പോൾ എയിംസും IIT ബാച്ചും രണ്ടും വേറെ ആൾക്കാർ, വേറെ അപ്രോച്ച് തന്നെയായിരുന്നു. അപ്പോൾ ആ IIT കാരുടെ ഒരു ഫ്രീ മൈൻഡും പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്നവർ തരുന്ന മോട്ടിവേഷനും അതെല്ലാം നല്ല മിസ് ചെയ്യുന്നുണ്ട്. ബ്രില്യൻറ്റിലെ ക്യാൻറ്റീൻ്റെ ഫുഡിൻ്റെ കാര്യം ചോദിക്കാനാണ് അവൻ പറയണത്. അവനോട് അതിന് ചോദിക്കാം. മോനെ, ബ്രില്യൻറ്റിൻ്റെ ക്യാൻറ്റീനിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളിയായിരുന്നു, നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡായിരുന്നു. അതുപോലെ എപ്പോഴും നമുക്ക് ഫുഡ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഏത് സമയത്ത് ചെന്നാലും. പിന്നെ ഒരിക്കലും തീർന്നു പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ക്ലീൻ ആൻഡ് ഹൈജീൻ ഫുഡാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? റിപ്പീറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് ടെൻഷൻ അടിക്കരുത്, പ്രോസസ്സ് എൻജോയ് ചെയ്ത് പോവുക. കാരണം ഇപ്പോൾ ഒരു നല്ലൊരു ടൈമിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സമയം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു സ്കെഡ്യൂളായിരിക്കും ഈ സമയത്ത്. പോർഷൻസ് തീർക്കണം, അതിൻ്റെ കൂടെ റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അവരോട് എന്താ പറയാനുള്ളത്? ഈ സമയത്ത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി? കുറച്ചുകൂടെ എക്സാംസിൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ എക്സാം ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഫിസിക്സും കെമിസ്ട്രി. കുറേ പിള്ളേർക്കൊരു സംശയം ഉണ്ടാകും, ഇത്രയും ടോപ്പിക്സ് തീർന്ന് കിട്ടുമോ അല്ലെങ്കിൽ പഠിച്ച് തീരുമോ ഇല്ലയോ എല്ലാം. അത് ബ്രില്യൻറ്റുകാർ പോകുന്ന രീതിയിൽ തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ. അതാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ആദ്യം മോഡൽ എക്സാം ഒക്കെ കണ്ടപ്പോൾ
അതിൻ്റെ പോർഷൻസ് തീരത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മോഡലിന് പഠിക്കാതെ സ്വന്തമായിട്ട് പഠിച്ചാലോ എന്ന് ചിന്തിച്ച ഒരു ടൈമുണ്ട്. പക്ഷേ എൻ്റെ ഏതോ ഭാഗ്യത്തിന് ഞാൻ ബ്രില്യൻറ്റിൻ്റെ ആ ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റി. ഓക്കെ, മെയിനായിട്ട് എക്സാംസ് ഒക്കെ സ്കിപ്പ് ചെയ്യില്ല, ഡോണ്ട് സ്കിപ്പ് എനി എക്സാംസ്, അതാണ് മെയിൻ. ഇതുപോലെ തന്നെ എക്സാംസ് ഒക്കെയാണ്, നമ്മളിപ്പോൾ എക്സാമിൽ മാർക്ക് കുറഞ്ഞാലും അത് അടുത്ത എക്സാം നമ്മൾ എഴുതില്ല അങ്ങനെ ഒരു അപ്രോച്ചിലോട്ട് വരരുത്. നമ്മൾ മാർക്ക് നോക്കാതെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അങ്ങനെ ആ തെറ്റുന്ന ക്വസ്റ്റ്യൻ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് പോകാമെന്ന്. കൂടുതലും പ്രാക്ടീസ് ഓറിയൻറ്റഡ്, അത് ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് പോവാം. ഓക്കെ, കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. പ്രത്യേകിച്ച് ലാസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും തിയറി പഠിച്ച സമയങ്ങളാതെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കാൻ നോക്കും. ഓക്കെ. ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് എല്ലാം ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫുള്ളൊരു ചാപ്റ്റർ ഒരിക്കലും തീർക്കാൻ പറ്റത്തില്ല, എത്ര പഠിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചിട്ട് പിന്നെ പഠിച്ച് പോവുക. അങ്ങനെ. അപ്പോൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇവർ പറഞ്ഞ പോയിന്റുകളെല്ലാം മനസ്സിലാക്കുക. സോ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.